ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പി ആൻഡ് പേസ്റ്റിൻ്റെ ഒരു ഈസി ഷോർട്ട് കട്ടാണ്. നമ്മൾ നോർമലി കോപ്പി ഒരു ബ്ലോക്കിനെയോ എന്തെങ്കിലും ഒരു ഇതിനെ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫർണിച്ചർ സെറ്റിനെ കോപ്പി ചെയ്യാണ്. സോ ഞാൻ സെലക്ട് ചെയ്തു Ctrl+C കൊടുത്തു, Ctrl+V കൊടുത്തു. സോ എനിക്ക് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് ഞാൻ അവിടെ കൊണ്ട് ഇതിനെ പ്ലേസ് ചെയ്യും. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ രണ്ട് ഇതൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എക്സാക്ട്ലി കിട്ടേണ്ട പ്ലേസിലല്ല ഞാൻ ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. സോ ആക്യുറേറ്റ് പ്ലേസിൽ ഒരിക്കലും നമ്മൾ Ctrl+C Ctrl+V യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾക്ക് വീണ്ടും വെക്കേണ്ട അവസ്ഥ. പക്ഷെ നമ്മൾ ഓൾറെഡി ഇവിടെ അതിനെ കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിനെ ഈ അതേ പൊസിഷനിൽ തന്നെ നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് ഒരേ ഒരു ഓപ്ഷൻ കൊണ്ട് നമ്മൾക്ക് പേസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാനിത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഈ ഫർണിച്ചർ സെറ്റിനെ സെലക്ട് ചെയ്തു, Ctrl+Shift+C കൊടുത്തു. സോ Ctrl+Shift+C കൊടുക്കുമ്പോൾ കോപ്പി ബേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓൺ ആകും. സോ കോപ്പി ബേസ് എന്ന് പറയുന്നത് സ്പെസിഫൈ ബേസ് പോയിൻ്റ് നമുക്ക് താഴെ നമ്മുടെ കമാൻഡ് ബാറിൽ കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഏതാണോ ഒരു ബേസ് പോയിൻ്റ് ആ ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്യും. സോ ഞാനിവിടെ വിൻഡോയുടെ അടുത്തുള്ള ഈ ബ്ലോക്ക് വർക്കിൻ്റെ എൻഡാണ് ബേസ് പോയിൻ്റായിട്ട് സെലക്ട് ചെയ്യും. സോ ഞാനിപ്പം ബേസ് പോയിൻറ്റിൽ ആണ് നിൽക്കുന്നത്. ബേസ് പോയിൻ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഞാൻ ഇവിടെ വന്ന് ഈ പ്ലാനിൽ വന്നിട്ട് സെയിം Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് ക്ലിപ്പ് എന്ന് പറയുന്ന ഇത് ഓപ്ഷൻ ആക്ടിവേറ്റ് ആകും. സോ പേസ്റ്റ് ക്ലിപ്പിൻ്റെ അടുത്ത് കൊടുത്തേക്കുന്ന സ്പെസിഫൈ ഇൻസേർഷൻ പോയിൻ്റ് ആണ്. സോ ഞാൻ ഏത് പോയിൻ്റാണോ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരുന്നത് ഇവിടെയാണ്. സോ ഞാൻ അവിടെ തന്നെ ഞാൻ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യും. സോ ഇത് കറക്റ്റ് പൊസിഷനിൽ വന്നിട്ട് നമ്മൾക്ക് കിട്ടും. സോ ഇതാണ് ഒരു ഈസി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് ഇതേ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ ബ്ലോഗ്സിനെയോ നമ്മുടെ ഡ്രോയിങ്സിനെയോ തന്നെ നമുക്ക് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ഡ്രോയിങ്ങിൽ നിന്ന് മറ്റൊരു സെയിം ഡ്രോയിങ്ങിൽ തന്നെ നമ്മുടെ ബ്ലോഗ്സിനെയോ ഇതിനെ കോപ്പി പേസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സോ ഇതേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ മറ്റൊരു ഡ്രോയിങ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് വേറൊരു ഡ്രോയിങ് ആണ്. സോ ഇതിലേക്ക് നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യുന്നത് വെച്ചാൽ സെയിം ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇൻസേർഷൻ പോയിൻ്റ് നമ്മൾ സെയിം കൊടുത്താൽ മതി. സോ ഞാൻ Ctrl+C കൊടുത്തു, Ctrl+Shift+C കൊടുത്തു. ഞാൻ സെയിം പോയിൻ്റ് എനിക്കറിയാം ഇതാണ് ഇതിൻ്റെ ബേസ് പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്തു. അടുത്ത ഞാൻ ഈ ഡ്രോയിങ്ങിൽ വന്നു എഴുതാം. അടുത്ത നെക്സ്റ്റ് ക്യാറ്റ് ഫയൽ വന്നു. ഞാൻ Ctrl+V കൊടുത്തു കഴിയുമ്പോൾ അതേ പോയിന്റിൽ വന്നു കഴിയുമ്പോൾ എനിക്കിത് സെയിം പൊസിഷനിൽ കിട്ടും. സോ മറ്റേ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ നോർമലി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് Ctrl+C കൊടുത്ത് Ctrl+V കൊടുത്ത് നെക്സ്റ്റ് ക്യാറ്റ് ഫയൽ എനിക്ക് സെയിം ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ സെയിം ഓപ്ഷൻ നമുക്ക് രണ്ട് ക്യാറ്റ് ഫയലിലും ബേസ് പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്താണോ നമ്മൾക്ക് പേസ്റ്റ് ചെയ്യേണ്ടതിന് ബേസ് പോയിൻ്റ് കറക്റ്റായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതേ പൊസിഷനിൽ തന്നെ നമുക്ക് എല്ലാ ഡ്രോയിങ്സിനെയും നമുക്ക് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ബ്ലോഗ്സ് ആണോ എന്താണോ നമ്മുടെ ഐറ്റംസിനെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.